السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. തൻ്റെ മകൾക്ക് നല്ലൊരു പുതിയാപ്ല ഒരു ഭർത്താവ് തയ്യാറായി വന്നപ്പം ഫലസ്തീനിയായ ഒരു സ്ത്രീ ഷഹീദിൻ്റെ ഉമ്മ സന്തോഷത്തോടെ പറയുന്ന വാക്കുകളാണ് ഇവിടെ നമ്മളുടെ മുമ്പിലുള്ളത്. ഖിസ്സത്തു തഹദ്ദിൻ വ അമലിൻ മിൻ ഗസ്സ. തഹദ്ദ യതഹദ്ദ തഹദ്ദിൻ എന്ന് പറഞ്ഞാൽ തഹദ്ദ അതിൽ അലിഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇറഗുലറാണ്. അപ്പോൾ അത് വിട്ടേക്ക്. വെല്ലുവിളി നടത്താം. ഖിസ്സത്തു തഹദ്ദിൻ ഇറഗുലറൊക്കെ നമ്മൾ പിന്നെ പഠിക്കാം. വ അമലിൻ പ്രതീക്ഷ, അമൽ കർമ്മം, അമൽ പ്രതീക്ഷ, മിൻ ഗസ്സ ഗസയിൽ നിന്ന് വെല്ലുവിളിയുടെയും പ്രതീക്ഷയുടെയും ഒരു കഥ. عندما تقدم لخطبتها قال سأكون قدمها التي تمشي عليها وهذا وعد أمام الله، وسأكون عكازها الذي تتكئ عليه وهذا وعد أمام الله. صدق فيما قال، وأشعرنا ماجد بأن في هذه الأمة خير عظيم. عندما تقدم لخطبتها أستريد سمسارنا تتنى كليبند. عندما تقدم لخطبتها قال سأكون قدمها التي تمشي عليها. عندما تقدم അദ്ദേഹം വന്നപ്പോൾ لخطبتها ഖുതുബ പ്രസംഗം, ഖിത്ബ വിവാഹാഭ്യർത്ഥനയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഖാല അദ്ദേഹം പറഞ്ഞു സഅകൂനു ഖദമഹ അല്ലതി തംഷി അലൈഹ. സഅകൂനു ഞാനായിത്തീരും, ഖദമഹ അവളുടെ പാദമായിത്തീരും, അല്ലതി തംഷി അലൈഹ അവൾ നടക്കുന്ന പാദമായി ഞാൻ മാറും. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് ഒരു അരഭാഗം തളർന്നിട്ടുള്ളതാണ്. പകുതിയോളം ഈ മൂമെൻസിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഭർത്താവ് റെഡിയായത്. ആ ഭർത്താവ് പറയാണ് ഈ പെൺകുട്ടിയുടെ നടക്കുന്ന കാലും അവർ ചാരി നിൽക്കുന്ന അവരുടെ ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഞാനായി മാറും എന്നാണ് പറയുന്നത്. വഹാദ വഅദുൻ അമാം അല്ലാഹ്. ഇത് അള്ളാഹു മുമ്പിലുള്ള വാഗ്ദാനമാണ്. അള്ളാഹു മുമ്പിൽ ഞാൻ വാക്ക് കൊടുക്കുകയാണ്. വഅസകൂനു ഉക്കാസഹ അല്ലദി തത്തകിഉ അലൈഹി. ഈ കുട്ടി ചാരി നിൽക്കുന്ന അവളുടെ ആ വാക്കിംഗ് സ്റ്റിക്കായി, ഒക്കാസ് വാക്കിംഗ് സ്റ്റിക്കിനാ പറയാം, ഞാൻ അതായി മാറും. സഅക്കൂനു ഞാനാകും, ഒക്കാസഹ അവളുടെ വാക്കിംഗ് സ്റ്റിക്കായി മാറും. വഹാദ വഅദുൻ അമാം അല്ലാഹ്. ഇത് അല്ലാഹു നബിയിൽ കൊടുക്കുന്ന വാക്കാണ്. എന്നിട്ട് ഈ സഹോദരി പറയാണ്, ഈ പെൺകുട്ടിയുടെ ഉമ്മ പറയാണ് സദഖ ഫീമാ ഖാൽ. സദഖ അദ്ദേഹം സത്യം പറഞ്ഞു, ഫീമാ ഖാല അദ്ദേഹം പറഞ്ഞതിൽ. വഅശ്അറനാ മാജിദ് ബിഅന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൈറുൻ അളീം. അല്ലെങ്കിൽ ഖൈർ അളീം ക്ലിപ്പിൽ കേൾക്കുന്ന പോലെ. വഅശ്അറനാ മാജിദ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നു. ശഅറ യശ്ഉറു വഹും ലാ യശ്ഉറൂൻ അവരറിയുന്നില്ല. ശഅറ യശ്ഉറു അശ്അറ അറിയിക്കുക. മാജിദ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നു ഈ ഉമ്മത്തിൽ ഒരുപാട് ഖൈറുണ്ടെന്ന്. ഇവിടെ ശുദ്ധമായ നഹ്വിൻ്റെ എന്താ പറയുക തകർച്ചയാണ് കാണുന്നത്. ബിഅന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൈറൻ അളീം എന്നാണ് വരേണ്ടത്. നിങ്ങൾ പഠിക്കണം. നഹ്വിൽ ഹർക്കത്തിലുള്ള വ്യത്യാസം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറബികളുടെ സംസാരത്തിൽ അതങ്ങ് മാപ്പായി പോകും. ഇപ്പം മലയാളത്തിൽ പക്ക ഗ്രാമർ നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്, അച്ചടി ഭാഷയിലല്ല പറയുന്നത്. അതേപോലെ ശരിയായ നിയമപ്രകാരം വരേണ്ടത് ബിഅന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൈറൻ അളീം എന്നാണ് വരേണ്ടത്. بنتي الكبرى أصيبت بشلل نصفي عمرها 20 عام، والمفاجأة أن الله من على ابنتي الكبرى أن منحها الله سبحانه وتعالى بعد المحنة منحة بأن زوجت برجل نبيل كريم من الأردن. زارها بقدر الله وطلب يدها، ثم انتقلت إلى الأردن ورجعت أخواتها بدونها. بنتي الكبرى أصيبت بشلل نصفي عمرها 20 ആമൻ. ബിൻതിൽ കുബ്ര എൻ്റെ ഏറ്റവും വലിയ മകൾ. ഉസീബത്ത് അവൾക്ക് ബാധിച്ചു. അസാബ ബാധിക്കുക, ഉസീബ ബാധിക്കപ്പെടുക, ഉസീബ അങ്ങനെ തുടങ്ങി. ഉസീബത്ത് അവൾക്ക് ബാധിക്കപ്പെട്ടു, അത് അവൾക്ക് ഉണ്ടായി നടത്താം. ബിഷലൽ ഷലൽ തളർച്ച, നിസ്ഫിയൻ ഒരു അര തളർച്ച, പകുതിയോളം തളർന്നുപോയി. ഉമറുഹ 20 ആമൻ അവരുടെ പ്രായം 20 വയസ്സാണ്. والمفاجأة أن الله منع على ابنة الكبرى أن منحها الله سبحانه وتعالى بعد المحنة منحة. والمفاجأة ഒരു സർപ്രൈസായി സംഭവിച്ചതെന്ന് വെച്ചാൽ അള്ളാഹു തആല എൻ്റെ മകൾക്ക്, എൻ്റെ മൂത്ത മകൾക്ക് അനുഗ്രഹം ചെയ്തു. മന്നഅല അനുഗ്രഹം ചെയ്തു. അൻ മനഹ അള്ളാഹു നൽകി. മനഹ നൽകുക, മനഅ തടഞ്ഞു വെക്കുക, മനഅ തടഞ്ഞു വെക്കുക, മനഹ അനുവദിക്കുക, നൽകുക. അള്ളാഹുൾക്ക് നൽകി. ബഅദൽ മിഹ്നതി മിൻഹതൻ. മിഹ്ന കഷ്ടപ്പാട്, മിൻഹ സമ്മാനം.
കഷ്ടപ്പാടിന് ശേഷം അള്ളാഹു സമ്മാനം നൽകി. എങ്ങനെ? ബി അൻ തസവ്വജത് എന്നാണ് ഇവിടെ ഉള്ളത്. ആ സ്ത്രീ പറയുന്നത് ബി അൻ സുബിജത് എന്നാണ്. അവളെ വിവാഹം കഴിപ്പിക്കപ്പെട്ടു. ഷീ മാരീഡ് അല്ലെങ്കിൽ ഷീ ഈസ് മാരീഡ്. ഓക്കെ, രണ്ടും പറയാലോ. ബി അൻ തസവ്വജത് അവൾ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ ബി അൻ സുബിജത് ബി റജുലിൻ നബീലിൻ കരീമിൻ മിനൽ ഉർദുൻ. ജോർദാനിലുള്ള മാന്യനായ നിപുണനായ കരീം, മാന്യൻ, നബീൽ, നിപുണൻ, അങ്ങനെയുള്ളൊരു ആളുമായിട്ട് വിവാഹം നടത്തി. സാറഹ ബി ഖദരില്ലാഹി. സാറ ആ വ്യക്തി സന്ദർശിച്ചു, അവളെ സന്ദർശിച്ചു, ബി ഖദരില്ല അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം. വതലബ യദഹ അവളെ കൈ പിടിച്ചു, കൈ തരാൻ ആവശ്യപ്പെടുന്നത് വിവാഹം ചെയ്തു നടത്താം. ثم انتقلت إلى الأردن ورجعت أخواتها بدونها. എന്നിട്ട് ആ പെൺകുട്ടി ജോർദാനിലേക്ക് പോയി. ശ്രദ്ധ ആവശ്യമില്ല കേട്ടോ, നമ്മളുടെ AI ഒപ്പിച്ച പണിയാണ്. ജോർദാനിലേക്ക് പോയി. വറജഅത് അഖവാതുഹ ബിദൂനിഹ, അവരുടെ സഹോദരിമാർ അവളെ കൂട്ടാതെ തിരിച്ചു വന്നു. وأنا أعتبر أن قطعة مني خرجت من غزة لتثبت للعالم أجمع أن غزة ما زالت واقفة وما زالت بعزتها وكرامتها، لتعلم العالم بأسره أن غزة ولادة، وسيخرج من صلب ابنتي بإذن الله عز وجل جيلا يعلم الناس كيف رضعوا بناتنا وأبنائنا العزة والكرامة في حليب أمهاتهم. أنا أعتبر ഞാൻ കണക്കാക്കുന്നു അന്ന ഖിത്അത മിന്നി ഖറജത് മിൻ ഗസ്സ, എൻ്റെ ഒരു കഷ്ണം പറഞ്ഞു പോയിരിക്കുകയാണ് ഗസയിൽ നിന്ന്. എന്തിനാ പോയത്? ഇപ്പോൾ ജോർദാനിലേക്ക് എത്തില്ല, ഗസയിൽ നിന്ന് പുറത്തേക്ക് പോയി. ലിതുസ്ബിത ലിൽ ആലം അജ്മഅ, ലോകത്തിന് മുഴുവൻ തെളിയിച്ചു കൊടുക്കാൻ അന്ന ഗസ്സ മാ സാലത് വാഖിഫ, ഗസ ഇപ്പോഴും നിലകൊള്ളുന്നു. വമാ സാലത്, ഇനിയും ആയിക്കൊണ്ടിരിക്കും, നിലകൊള്ളും. വാഖിഫയായിരിക്കും ബിഇസ്സതിഹ വകറാമതിഹ, അതിൻ്റെ അന്തസ്സോടെ, അതിൻ്റെ പവിത്രതയോടെ. എന്തിന്? ലിതുഅല്ലിമൽ ആലമ ബി അസ്രിഹി അജ്മ. ബി അസ്രിഹി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ, ലോകത്തിന് ഒന്നാകെ. ലിതുഅല്ലിമൽ ആലമ ബി അസ്രിഹി, ലോകത്തിന് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കാൻ അന്ന ഗസ്സത വല്ലാദ, തീർച്ചയായിട്ടും ഗസ്സ പ്രസവിച്ചു കൊണ്ടേയിരിക്കും. പോരാളികളെ, നായകന്മാരെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സമ്പത്തും ശരീരവും അർപ്പിക്കുന്നവരെ ഗസ്സ പ്രസവിച്ചു കൊണ്ടേയിരിക്കും. ഇവരെത്ര കാലം കൊല്ലും? വസയഖ്റുജു മിൻ സുൽബി ഇബ്നതി ബിഇദ്നില്ലാഹി അസ്സ വജൽ, എൻ്റെ മകളുടെ സുൽബി ഇബ്നതി, എൻ്റെ മകളുടെ മുതുകിൽ നിന്നും പുറപ്പെടും. ഖറജ പുറപ്പെടാണ്, അഖ്റജ പുറപ്പെടുവിക്കലാണ്. പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാൽ ശരിക്ക് ജീലൻ, തലമുറയെ എന്ന് പറയണം. പുറപ്പെടും എന്ന് പറഞ്ഞാൽ ജീലുൻ എന്ന് പറയണം. അതുകൊണ്ടല്ല ഇപ്പം അങ്ങനത്തെ ബേസിക് ഇങ്ങനത്തെ കുറേ ഗ്രാമറിലെ നൂലാവള്ളിയൊന്നും ഇവർ ശ്രദ്ധിച്ചോളണമെന്നില്ല. വസയഖ്റുജു മിൻ, ഇപ്പം എന്തായാലും ഇവിടെ വന്നതനുസരിച്ച്, എഴുത്തിലുള്ളതനുസരിച്ച് ജീലൻ എന്നുള്ളത് വസയഖ്റുജു. അപ്പോൾ ഞാൻ പറഞ്ഞു യഖ്റുജു ആണ് ജീലുൻ എന്നാണ് വരേണ്ടത്. യുഖ്രിജു പുറപ്പെടുവിക്കും എന്നാണെങ്കിൽ ജീലൻ എന്നാണ് വരേണ്ടത്, ഒബ്ജക്റ്റായിട്ട് മഫ്ഊലായിട്ട് നസ്ബ കൊടുക്കേണ്ടത്. പോട്ടെ, നമുക്ക് ഇവിടെ വാക്കർത്ഥങ്ങൾ മാത്രം നോക്കാം. ജീൽ തലമുറ, യഖ്റുജു പുറപ്പെടും, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വസയഖ്റുജു മിൻ സുൽബി ഇബ്നതി ബിഇദ്നില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എൻ്റെ മകളുടെ മുതുകിൽ നിന്ന് വരും. ജീൽ, ഒരു തലമുറ വരും. യുഅല്ലിമുന്നാസ്, അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. കൈഫ റളിഉ ബനാതുന വ അബ്നാഉന അൽ ഇസ്സത വൽ കറാമത ഫി ഹലീബി ഉമ്മഹാതിഹിം, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ആൺമക്കൾ എങ്ങനെയാണ് ഉമ്മമാരുടെ പാലിലൂടെ ഇസ്സത്തും അതുപോലെ തന്നെ കറാമത്തൊക്കെ ഉണ്ടായതെന്ന്. ഇപ്പോൾ റളിഉ അതിൻ്റെ ഫായിലാണോ? മീൻസ് അത് അവർ പാലൂട്ടി. ആര്? ശരിക്കും റളഅ മതി, പക്ഷെ അവർ എന്നുള്ളത് പ്രോണോണായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിപ്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പം ജാ സെയ്ദു എന്ന് പറഞ്ഞാൽ മതി, ജാ സെയ്ദുനും ആമുർ എന്ന് പറഞ്ഞാൽ മതി. ഇവരൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാ ഉ എന്ന് പറയേണ്ടതുള്ളൂ, പ്രോണോണായിട്ട് അതിൻ്റെ സബ്ജക്റ്റിന് പറയേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്ക് റളിഉ എന്നൊന്നും പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞത് അറബികളാണെങ്കിൽ ഈ ഇവരെ സംസാര ഭാഷയിൽ നിങ്ങൾ ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്കൊക്കെ വെറുതെ വിട്ടേക്ക്, അതതിൻ്റെ ഭാഗമാണ്. നമ്മൾ ക്ലാസിക് ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇത് ഈ ഗ്രാമർ കറക്റ്റാണ്, ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഉദാഹരണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ക്ലിപ്പിൽ ഇവർ സാധാ ശൈലിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാനെന്ത്, നിങ്ങൾ വൊക്കാബുലറി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഹർക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കും, ഒരാളും മൈൻഡ് ചെയ്യാനുണ്ടാവില്ല, അത് പ്രശ്നമില്ല സംസാരത്തിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാം. أنا أم لشهيدين، ابن الوحيد بلال محفوظ وهو شهيد على 5 بنات. الحمد لله رب العالمين. الله من عليك بزوج صالح كريم نبيل كماجد
ماجد هذه هدية الرحمن، حتى في جوالي اسمه هدية الرحمن. അപ്പം ഇസ്സത്തും കറാമത്തും ഒക്കെ ഫി ഹലീബി ഉമ്മഹത്തി ഉമ്മമാരുടെ പാലിൽ അവർ കുടിക്കുന്നതാണ്. അതിനോടൊപ്പം അവർ മനസ്സിലാക്കിയതാണ് അന ഉമ്മുല്ലി ഷഹീദൈൻ, ഞാൻ 2 ഷഹീദുമാരുടെ ഉമ്മയാണ്. ഇനി ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഒരു മോൻ്റെ കാര്യം ഷഹീദെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ താരെന്നുള്ളത് ഒരു പക്ഷേ അവരുടെ വേറെ മകളായിരിക്കാം, ആരും ആയിരിക്കാം. ഇപ്പോൾ 2 ഷഹീദിൻ്റെ ഉമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പറയാണ് എൻ്റെ ഏക മകനും ഷഹീദാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒന്ന് മോളായിരിക്കാം. അന ഉമ്മുല്ലി ഷഹീദ്, ഞാൻ 2 ഷഹീദുമാരുടെ ഉമ്മയാണ്. ഇബ്നുൽ വഹീദ്, എൻ്റെ ഒറ്റ മകൻ. ബിലാൽ മഹ്ഫൂദ് വഹുവ ഷഹീദ് അല 5 ബനാത്ത്, 5 മക്കളെ അവശേഷിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 5 മക്കളോടൊപ്പം, രണ്ടിനും ചാൻസ് ഉണ്ട്. 5 പെൺമക്കളെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 5 പെൺമക്കളോടൊപ്പം ഷഹീദായി. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ 2 ഷഹീദിൻ്റെ ഉമ്മയെന്ന് പറയുമ്പം ഒരാളും കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഏക മകൻ ഷഹീദാന്ന് പറഞ്ഞു. അല 5 ബനാത്ത്, 5 പെൺമക്കളെ വിട്ടുകൊണ്ടെന്ന് പറയലാണ് അതിനോട് യോജിക്കുന്ന അർത്ഥം. അല്ലെങ്കിൽ ഞാൻ 6 ഷഹീദിൻ്റെ ഉമ്മയെന്ന് പറയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അന്നല്ലാഹ മന്ന അലൈക്കി, മകളെ സംബോധന ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ബിസൗജിൻ സാലിഹിൻ കരീമിൻ നബീലിൻ കമാജിദിൻ, മാജിദിനെ പോലെ നിപുണനായ ഉദാഹരനായ സാലിഹായ ഒരു ഭർത്താവിനെ തന്ന അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. മാജിദ് ഹാദിഹി ഹദിയത്തുർ റഹ്മാൻ, ഈ മാജിദ് പടച്ചോൻ്റെ സമ്മാനാണ്. ഹത്ത ഫി ജവ്വാൽ ഇസ്മുഹു ഹദിയത്തുർ റഹ്മാൻ, എൻ്റെ ഫോണിൽ പോലും അവൻ്റെ പേര് ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. ഹത്ത ഫി ജവ്വാലി, എൻ്റെ ഫോണിൽ പോലും. ജവ്വാൽ ഫോൺ, ജാല യജൂലു, ചുറ്റുക. ജൗല എന്ന് പറയും. തബ്ലീലൊക്കെ ഇങ്ങനെ ജനങ്ങളെ പോയി കണ്ട് ചുറ്റിത്തിരിഞ്ഞ ഗസ്റ്റിനെ ജൗല എന്ന് പറയും. ജവ്വാൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ. ഇപ്പം നമ്മൾ സാധാരണ മൊബൈൽ എന്നുള്ള വേർഡ് തന്നെ എന്താ, ഇത് മൊബൈൽ ICU ആണ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ICU എന്നർത്ഥം. അപ്പം ഹാത്തിഫ് ഫോണാണ്. ആ ഫോണ് നമ്മളോടൊപ്പം വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ പേരാണ് ജവ്വാൽ എന്നുള്ളത്. ഹത്ത ഫി ജവ്വാലി, എൻ്റെ ഈ ഫോണിൽ പോലും ഇസ്മുഹു, അവൻ്റെ പേര് ഹദിയത്തുർ റഹ്മാൻ. ഹദിയത്തുർ റഹ്മാൻ എന്നാണ് അവൻ്റെ പേര്. അള്ളാഹുവിൻ്റെ സമ്മാനം എന്നാണ് ഞാൻ അവന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ക്ലിപ്പ് നീണ്ടുപോയിരിക്കാൻ എന്ന് സ്പീഡിൽ തന്നെ തീർക്കാം ഇൻഷാ അല്ലാഹ്. 1 ഖിസ്സ, കഥ. തഹദ്ദിൻ, വെല്ലുവിളി. അമൽ, പ്രതീക്ഷ. ഖിത്ബ, വിവാഹാലോചന. വഅദ്, വാഗ്ദാനം. ഉക്കാസ്, ഈ വാക്കിംഗ് സ്റ്റിക്ക്, ക്രച്ച് എന്നൊക്കെ പറയാം. യത്തക്കിയോ അല്ലെങ്കിൽ തത്തക്കിയോ, അവൾ ചാരിയിരിക്കുന്നു. ഉസീബത്ത്, അവളെ ബാധിച്ചു. ഷലൽ, തളർച്ച, പാരലൈസ് ആയി പോവുക. അൽ മുഫാജ, സർപ്രൈസ്, അത്ഭുതം. ഫജ, ഒരു കാര്യം പെട്ടെന്ന് വരുന്നതിനെ പറയാം. മമിൻ ഫുജ്അതി നിഖമതിക്, അള്ളാഹു നിൻ്റെ എന്തെങ്കിലും ശിക്ഷകൾ പെട്ടെന്ന് വരുന്നതിൽ നിന്നും. ഫജ, മുഫാജ, സർപ്രൈസ്, പെട്ടെന്ന് വരിക. മനഹ, അനുവദിക്കുക. മിഹ്ന, പ്രയാസം. നബീൽ, ആദരണീയനായ. ജീൽ, ജനറേഷൻ. റദിഅ, പാലുടിക്കുക. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനാ പറയാം. ഹദിയ, സമ്മാനം. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.